ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ മന്ത്ലി ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അടിപൊളി പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ ഒരു കുട്ടി പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചു. കുക്കിങ്ങിൽ വരുന്നത് അപ്പവും മുട്ടക്കറി ഉണ്ടാക്കണം, വേളൂരി വെച്ചിട്ട് മീൻ കറി ഉണ്ടാക്കണം, പിന്നെ കൂർക്ക വലത്തിയെടുക്കണം. വൈകുന്നേരത്തേക്ക് ദോശമാവുണ്ട്, സാമ്പാറും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ കുക്കിങ്ങിൻ്റെ പ്ലാനിങ്. ക്ലീനിങ്ങിലോട്ട് വരുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന അടിച്ചുവാരുക, ലോണ്ട്രി, പിന്നെ ഡെയിലി സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മന്ത്ലി ക്ലീനിങ് ടാസ്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കിച്ചണിലെ വിൻഡോസ് ക്ലീൻ ചെയ്യുക, മോസ്കിറ്റോ നെറ്റ് അതുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക, പിന്നെ സൈഡ് ടൈൽസ്, കിച്ചണിൻ്റെ സ്പ്ലാഷ് ടൈൽസൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്കിൻ കെയറിന് വേണ്ടി ചെയ്തേക്കുന്നത് ഒരു കോഫി മാസ്കാണ്. നല്ലൊരു കോഫി മാസ്കാണ് കേട്ടോ. യൂഷ്വലി ഇപ്പോൾ ചെയ്തു വരുന്ന വീക്ക്ലി ഒരു 1 അല്ലെങ്കിൽ 2 പ്രാവശ്യമാണ് അത് ഇടാറ്. പക്ഷെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. മുഖമൊക്കെ നല്ല ഗ്ലോ ചെയ്ത് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ അപ്പത്തിൻ്റെയും മുട്ടക്കറിയുടെയൊക്കെ പണി നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മോന് ചെറിയൊരു ടു ഡു ലിസ്റ്റ് പോലെ ഉണ്ടാക്കി കൊടുത്തേക്കാണ്. അവൻ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, അന്ന് പഠിക്കേണ്ട കുറച്ച് ഐറ്റംസ്. അപ്പോൾ അവർക്കും എന്താണ് ടു ഡു ലിസ്റ്റ്, എങ്ങനെയാണത് നോക്കിയിട്ട് ഓരോ അവൻ്റെ അന്നത്തെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അവൻ അവിടെ ഇരുന്ന് പഠിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് വേഗം മുട്ട പുഴുങ്ങിയെടുക്കാം. പിന്നെ രാവിലെ തന്നെ എന്തായാലും ഒരു ലോഡ് ലോണ്ട്രി ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം കൂടി വാഷിംഗ് മെഷീനിൽ ലോഡ് ചെയ്തിട്ട് തുണികൾ അലക്കാൻ വേണ്ടി ഇടുകയാണ്. അവൻ്റെ പഠിത്തം ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോട്ട്സ് എഴുതാൻ വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ പാലും പേപ്പറും എല്ലാം വരും. അത് താഴെ ഒരു ക്യാബിനിൽ അവരത് വെച്ചേക്കും. അപ്പോൾ അത് വേഗം തന്നെ പോയി എടുത്തുകൊണ്ട് വരികയാണ്. ഇനിയിപ്പോൾ വേഗം മുട്ടക്കറിയുടെ പണി നോക്കണം. അതിനുശേഷം വേഗം തന്നെ അപ്പത്തിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കണം. അപ്പോൾ രാവിലെ തന്നെ പണികൾ തീർക്കുന്നവരുണ്ട്. രാവിലത്തെ ഉച്ചക്കലത്തെ ഫുഡും വൈകുന്നേരത്തെ ഫുഡും രാവിലെ തന്നെ തീർക്കുന്നവരുണ്ട്. പക്ഷേ എനിക്കെന്തോ അത് കറക്റ്റായിട്ട് വർക്കാവില്ല. മാക്സിമം ചെയ്യാവുന്നത് ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കുക. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴാണ് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഞാൻ ചെയ്യാറ്. രാവിലെ തന്നെ എല്ലാം കൂടി ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ എനിക്ക് അത് ഇഫക്റ്റീവായിട്ട് തോന്നാറില്ല. മെയിൻലി ആ ഒരു ടൈമിലാണല്ലോ നമ്മൾ കുട്ടികളെയും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവർക്ക് 8:45 ആകുമ്പോൾ ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് അതിന് മുന്നേ അവരുടെ കാര്യങ്ങളും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് ഇതാണ് പ്രൊഡക്റ്റീവായിട്ട് പോകുന്നത്. പിന്നെ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് എന്തായാലും രാവിലെ അവരുടെ കുക്കിംഗ് ചെയ്ത് തീർക്കാതെ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം തോന്നിയിരിക്കുന്നത്, നമ്മൾ രാവിലെ തന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും നല്ല ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാനാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു താല്പര്യം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഫോളോ ചെയ്യുന്നത്. പക്ഷേ രാവിലെ തന്നെ പണികൾ തീർക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ കറക്റ്റായിട്ട് രാവിലത്തെ പണികൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയി നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക്, കിച്ചണും ക്ലീനായി നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലഞ്ചിനുള്ള മാക്സിമം പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തലേദിവസമോ അന്ന് രാവിലെയോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ലഞ്ചിൻ്റെ ആ പെട്ടെന്നുള്ള കുക്കിംഗ് ആ ഒരു ടൈമിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. അപ്പോൾ മുട്ടക്കറി റെഡിയായി. ഇനി വേഗം അപ്പം ചുട്ടെടുക്കണം. അപ്പോൾ എനിക്കൊരു കാസ്റ്റ് അയണിൻ്റെ അപ്പച്ചട്ടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ കാസ്റ്റ് അയണിൽ ചുടുക എന്ന് പറഞ്ഞാൽ നല്ല
പാടാണ്, കുറേ പിടിക്കും, നല്ലോണം എണ്ണ പുരട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 ചട്ടിയും വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് അപ്പുറത്ത് ഇരിപ്പുണ്ട്, കാസ്റ്റ് അയൺ ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി മയങ്ങി വരുന്നുള്ളൂ കേട്ടോ, ഇടയ്ക്കൊക്കെ പിടിക്കുന്നുണ്ട്. ഒന്ന് നല്ലോണം ഇടയിൽ എണ്ണയൊക്കെ കൊടുക്കണം. അപ്പോൾ അവിടെ 2 അപ്പം ആവുമ്പോൾ ഇവിടെ 1 അപ്പേ ആവത്തുള്ളൂ. എന്നാലും ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്ന അപ്പത്തിന് ഒരു പ്രത്യേക സ്വാദാണല്ലോ. ആ അറ്റമൊക്കെ നല്ല മുരിഞ്ഞ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പിന്നെ എങ്ങനെ നോക്കിയാലും ഹെൽത്തി ഈ കാസ്റ്റ് അയണിൻ്റെ തവ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അപ്പത്തിൻ്റെ പരിപാടി പോകുന്നത്. അപ്പോൾ അപ്പമൊക്കെ ഇങ്ങനെ ചുടുന്ന സമയം അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് കുറേ സമയം കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ മാക്സിമം പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടെങ്കിൽ അത് വെക്കുക. അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ് മാക്സിമം ക്ലീനാക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയിൽ ചെയ്തു പോകാൻ നോക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ പാത്രങ്ങളും ഇടയിൽ അപ്പം അങ്ങോട്ട് കഴുകി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഡിഷ് വാഷിങ് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ തുണി വിരിച്ചിടുക, അതുപോലെ ഡെയിലി ഒരു 20 മിനിറ്റ് പിക്കപ്പ് ടൈമുണ്ട്, പിന്നെന്താ അടിച്ചിടുക. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ലഞ്ചിൻ്റെ കാര്യങ്ങളിലോട്ട് കടന്നത്. ഇതിൻ്റെ ഇടയിൽ അവരുടെ ഓൺലൈൻ ക്ലാസ്സും നടക്കുന്നുണ്ട് കേട്ടോ. എളൂരി കറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അത് തേങ്ങാപ്പാലിൽ കറി വയ്ക്കുക, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ കറി വെക്കുന്നത് വെച്ചാൽ ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ വഴറ്റി തക്കാളി ആഡ് ചെയ്യും. ചില സമയത്ത് തക്കാളി ആഡ് ചെയ്യും. എന്നിട്ട് പൊടികളൊക്കെ ഇട്ട് പിന്നെ പുളിയും പിഴിഞ്ഞൊഴിച്ച് 1-ാം പാല് 2-ാം പാലെന്നൊന്നുമില്ല, നല്ലൊരു കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ മീൻ അതിനകത്തോട്ടിടും. അത്രയാണ് കേട്ടോ നമ്മുടെ സ്റ്റൈൽ മീൻ കറി. അതുപോലെ മുളക് ചാറ് അങ്ങനത്തെയുള്ള ഐറ്റംസ് കുറവാണ്. പിന്നെ വലിയ മീനുകളൊക്കെ ഇല്ലേ, കേര, നെയ്മീൻ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ വറുത്തരച്ച് കറി വയ്ക്കാനും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ 2 സ്റ്റൈലാണ് മെയിൻലി ഇവിടുത്തെ മീൻ കറി. പിന്നെ ഉണ്ടാക്കുന്നത് കൂർക്ക മെഴുക്ക് വരട്ടി. അതെല്ലാവർക്കും അറിയുന്ന പോലെ കൂർക്ക വേവിച്ചിട്ട് പിന്നെ ഉള്ളിയൊക്കെ വാട്ടി ചതച്ച മുളക് ഇട്ടിട്ട് അതിനകത്തോട്ട് കൂർക്ക ആഡ് ചെയ്യും. അപ്പോൾ ഇന്ന് കിട്ടിയേക്കുന്ന കൂർക്ക നന്നാക്കി കിട്ടിയതാണ് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് അങ്ങനെ നമുക്ക് നന്നാക്കി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭയങ്കര സൗകര്യം. കൂർക്ക നന്നാക്കുന്നത് ഒരു വലിയ പണിയല്ലേ. അപ്പോൾ കുറച്ച് വില കൂടുതലാണ്, എന്നാലും കൂർക്ക കഴിക്കാനും പിന്നെ നമുക്ക് എളുപ്പപ്പണി ആയതുകൊണ്ട് അങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെ വാങ്ങാറുണ്ട്. ചോറ് ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അതുപോലെ മട്ട അരിയാണ് യൂസ് ചെയ്യുക. ഇവിടെ തവിടുള്ള ഒത്തിരി തവിടല്ല, അത്യാവശ്യത്തിന് തവിടുള്ള മട്ട അരിയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇടയിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ അതേ വേഗം പാത്രം കഴുകി വെച്ചത് എടുത്ത് വെക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പത്തിൻ്റെ കാസ്റ്റ് അയൺ തവയില്ലേ, അതൊന്ന് സീസൺ ചെയ്ത് വെക്കണം. എണ്ണയൊക്കെ പുരട്ടി വെച്ചാലാണ് അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളല്ലോ. ഈ ഒരു ടൈമിലാണ് സ്കിന്നിൽ ഒരു ചെറിയ ഫേസ് പാക്ക് ഒക്കെ ഇടുന്നത്. ഈ ഒരു ടൈമിലാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഇത് ഓട്സ് പൊടിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു പഴം മാഷ് ചെയ്ത്, ഒരു പഴമൊന്നുമില്ല, കുറച്ച് പഴത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം അതൊന്ന് മാഷ് ചെയ്ത് ഒരു ഹണി, ഇത്രയും കാര്യങ്ങൾ, കാപ്പിപ്പൊടിയും ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ട് മുഖത്തിടും. കുറച്ച് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്ത സാധനങ്ങളെല്ലാം അടുത്ത സ്ലാബിലോട്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു വിൻഡോയും പിന്നെ സൈഡ് വാൾസും ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അന്നത്തെ ക്ലീനിങ് ടാസ്ക്. അപ്പോൾ അതങ്ങ് വേഗം തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പരിപാടിയിലോട്ട് കടന്നു. ഇതാണ് മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും മാറ്റി വെച്ചിട്ട് ആ ഒരു സൈഡ് ഫ്രീ ആക്കണം. അപ്പോൾ ഞാനിങ്ങനെ കുറേ പഴയ തുണികളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല അഴുക്കുള്ള ഭാഗങ്ങൾ നമുക്കത് നന്നായിട്ട് അങ്ങ് ക്ലീൻ ചെയ്ത് നല്ല അഴുക്കുണ്ടാവും. പിന്നെ അത് നമുക്ക് തിരിച്ച് കഴുകിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പഴയ തുണികളുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു പീസസ് ആക്കി വെച്ചാൽ ഇങ്ങനത്തെ ക്ലീനിങ്, നല്ല ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒക്കെ വരുമ്പോൾ അഴുക്ക് നന്നായിട്ട് എടുത്തിട്ട് അതങ്ങ് നമുക്ക് കളയാം. അപ്പോൾ നമ്മുടെ നല്ല ക്ലീൻ ചെയ്യുന്ന തുണികൾ വൃത്തിയുടെ ആവില്ലല്ലോ, പിന്നെ കഴുകിയെടുക്കാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഞാൻ ചെയ്ത കാര്യം ഒന്ന് ഷെയർ ചെയ്താണ് കേട്ടോ.
അപ്പോൾ ഇവിടെ നമ്മുടെ ഏരിയ നല്ല പൊടി പിടിക്കുന്ന ഏരിയയാണ്. അപ്പോൾ കൊതുകിൻ്റെ നെറ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ വിൻഡോ, അതിൽ നല്ല പൊടിയായിരിക്കും. അപ്പോൾ അത് നമ്മളുടെ ഒരു സെപ്പറേറ്റ് ക്ലീനിങ് ടാസ്ക്കാണ്. ഓരോ മുറിയിലെയും മോസ്കിറ്റോ നെറ്റ് അത് എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്താലും വീണ്ടും വീണ്ടും പൊടിയാണ്. പക്ഷേ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ മാക്സിമം തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് തന്നെ ഉള്ളൂ. അപ്പം ഞാൻ ദേ ഇവിടെ ആ സൈഡ് വാൾസിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നിമൈലിൻ്റെ ക്ലീനറില്ലേ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ക്ലീനേഴ്സൊന്നും എൻ്റെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ട് സൈഡ് വാൾസ് എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. നമ്മളെപ്പോഴും വിട്ടു പോകുന്നൊരു ഏരിയ ആണ് കേട്ടോ സ്വിച്ച് ബോർഡ്സ്. അത് ഇവിടുത്തെ എല്ലാം നമ്മളുടെ ബാത്റൂമിൻ്റെയും നമ്മുടെ മെയിൻ വാഷ് ബേസിൻ്റെ അങ്ങോട്ടൊക്കെയുള്ള സ്വിച്ച് ബോർഡ്സിലൊക്കെ അത്യാവശ്യം നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെപ്പോഴും മാക്സിമം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് നന്നായിട്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഓംലെറ്റും കൂടി ലഞ്ചിൻ്റെ ടൈമിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കിയ കഥ എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ് ധൃതിയിലാണ് ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ ചെയ്ത അബദ്ധം എന്ന് പറഞ്ഞാൽ മുട്ടയും ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടു. അതിനുശേഷം ഉപ്പിട്ടില്ല, മുട്ട അടിക്കുകയും ചെയ്തില്ല. അപ്പോൾ പിന്നെ സ്ക്രാമ്പിൾഡ് ഉണ്ടാക്കാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഒരു മുട്ട കലക്കുകയും കൂടി ചെയ്യാതെ സ്ക്രാമ്പിൾഡ് ഉണ്ടാക്കേണ്ട അവസ്ഥയായിരുന്നു. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു വല്ലാത്തൊരു ഓംലെറ്റ് ഉണ്ടാക്കലായിരുന്നു അത്. എന്തായാലും എങ്ങനെയൊക്കെയോ അത് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാ വേളൂരിക്കറി റെഡി ആയിട്ടുണ്ട്, കൂർക്കോലത്തും റെഡി ആയിട്ടുണ്ട്, പിന്നെ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗും. അപ്പോൾ ദാ ഈ ഒരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഇത് നന്നാക്കി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു പണിയും കൂടി ഉണ്ട്. അത് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തത്. അത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കണമെന്ന് ഇന്നത്തെ പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നാക്കി ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ട് അടുത്ത ദിവസമാണ് ഇത് ഒലത്തിയെടുത്തത്. ഒലത്തുക എന്ന് പറഞ്ഞാൽ മെഴുക്കുവരട്ടി ആക്കിയെടുക്കുക. ഇടിച്ചക്ക തോരൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലോണം ഉള്ളിയൊക്കെ ചേർത്ത് ചതച്ച മുളകൊക്കെ ഇട്ടിട്ട് വെറുതെ മെഴുക്കുവരട്ടി പോലെ എടുക്കുന്നതാണ് ഇവിടെ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊന്നും തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല. അതാ വൈകുന്നേരം ദോശ ഉണ്ടാക്കി കഴിക്കുകയാണ്. ദോശയും സാമ്പാറും ആയിരുന്നല്ലോ അന്നത്തെ ഡിന്നർ കേട്ടോ. പിന്നെ നമ്മുടെ മൂന്നാർ പോയപ്പോൾ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കൂടി കാണിക്കാം. കുറേ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഐസ് ടീ എന്ന് പറയുന്ന സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ ആപ്പിളിൻ്റെ. നമുക്കൊരു നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ ചെറുതേൻ, പിന്നെ കോഫി ബീൻസ്, പിന്നെ മസാല ചായ, ഇഞ്ചി ചായ, നല്ല കട്ടനൊക്കെ ഇടാൻ പറ്റിയ കുറച്ച് ചായപ്പൊടികൾ, അങ്ങനെയൊക്കെ സംഭവങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, റിപ്പിളിൻ്റെ ബ്ലാക്ക് ടീ വിത്ത് നാച്ചുറൽ ജിഞ്ചർ. അപ്പോൾ ഇഞ്ചി ചായ ഇടാം. പിന്നെ ഇത് കോഫി പൗഡറാണ്. പിന്നെ 2 എസെൻഷ്യൽ ഓയിൽ, ടീ ട്രീ ഓയിൽ. ഈ ടീ ട്രീ ഓയിലൊക്കെ നമ്മളുടെ ഒരു ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. അതുപോലെ ഗ്രേപ്പ് സീഡ് ഓയിൽ നമ്മുടെ മുടിക്കൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണേ. ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ ഉള്ള ഒരു ട്രാവൽ വ്ളോഗാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. Come on.